മക്കളെ നിനക്ക് ഏറ്റവും ആഗ്രഹം ഒരു ഹെലികോപ്റ്റർ അല്ലേ? ഹെലികോപ്റ്റർ പ്രൈവറ്റ് ജെറ്റ് മേടിച്ചാലേ കളിക്കും. അല്ല ഒരു റിമോട്ട് ആയാലോ? റിമോട്ടിന്റെ ഒരു ഹെലികോപ്റ്ററിൽ ഞാൻ ഇവിടെ കറങ്ങി വന്ന് ഇവിടെ നിൽക്കും, അതിൽ ഞാൻ കേറി ഞാൻ അങ്ങോട്ട് വരും. ഓഹോ, അത് കൊള്ളാം. കൊള്ളാവോ? കൊള്ളാം. റിമിയെ കൂടെ കൂട്ടണോ? ഹെലികോപ്റ്ററിൽ സ്പേസ് ഉണ്ടെങ്കിൽ കൂട്ടിക്കോളൂ. ഞാൻ കേറിയിട്ടില്ല, എനിക്കൊരാഗ്രഹം. നീ വാങ്ങിക്കുന്ന ഹെലികോപ്റ്റർ തന്നെ ആവട്ടെ. എന്നാ ആയിക്കോട്ടെ, ഫസ്റ്റ് റൈഡ് നമുക്ക് ഒരു റിമോട്ടില് ഒരു ഹെലികോപ്റ്റർ ഇവിടെ വരുന്നതാണ്. ആണോ? ഓഹോ, കണ്ണട നോക്കിക്കൊണ്ട് നിന്നാൻ പറ്റത്തില്ല. അതിങ്ങനെ വരും, ഇങ്ങനെ ആകാശത്തോട് ശബ്ദം കേൾക്കുന്നുണ്ടോ? അപ്പൊ പോട്ടെ. ആണോ? മുമ്പിലോട്ട് വരുന്നുണ്ടോ? എന്റെ മുമ്പില് ഈ കണ്ണൂർ നോക്ക്, പേടിക്കല്ലേ? അയ്യോ, അപകടം ഉണ്ടാക്കൂ. അവന്റെ മുമ്പിലോട്ട് വരട്ടെ. കണ്ണുറന്ന് ലാൻഡ് ചെയ്തു. അത് പൊങ്ങട്ടെ. കുറച്ചുകൂടി പൊങ്ങട്ടെ. ഉയരത്തിൽ പറക്കും. നമസ്കാരം. നമസ്കാരം. ഏതാ ഈ ഹെലികോപ്റ്റർ പേരാണത്? പൊങ്ങട്ടെ. ആണ്ടെ ലാൻഡിങ്ങോടുകൂടി പോയി. നമസ്കാരം പറഞ്ഞേ. കൊള്ളാവോ? നീ കേറി. ഇഷ്ടപ്പെട്ടോ? മക്കളെ നിനക്ക് ഇതാരാ ഗിഫ്റ്റ് തന്നെ? ഇങ്ങനെ ഒരു സാധനം ഇപ്പൊ എന്റെ അമ്മ. അമ്മയാണോ? ആയിരിക്കും. അപ്പൊ അതെങ്ങനെയാണ് ഇവിടെ ചേട്ടൻ മോന് തരുമെന്ന് വല്ല പ്രതീക്ഷയുണ്ടോ? ഈ അടി കൂടുന്ന ചെറുക്കൻ ക്രാഷ് ലാൻഡിങ് പറഞ്ഞു. നീ എന്താ ഇവിടെ? എടാ നീ എന്നെ ഇവിടെ തോളത്ത് കൈയിട്ടേക്ക് നോക്കി. സ്നേഹം. ഇത്രയും ദൂരം ഹെലികോപ്റ്ററുമായിട്ട് വന്ന് ചേട്ടൻ എത്ര സ്നേഹമുണ്ട് മോന്റെ അടുത്ത് അല്ലേ? ആണോ? സ്നേഹമാണോ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടി ഉണ്ടാക്കും അല്ലേ? ഇടയ്ക്കിടയ്ക്ക്. എന്തിനാ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത്? സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോ നമ്മൾ രണ്ടുപേർക്കും ടി വി കാണണം. ഏറ്റവും ആദ്യം വീഡിയോ വെക്കുന്ന ഇവനാണെന്നാ വിചാരിക്കുന്നത്. പക്ഷെ റിമോട്ട് ഞാൻ എടുത്തങ്ങ് ഒളിപ്പിച്ചേക്കും. അതാണ് ഏറ്റവും ആദ്യത്തെ. മതിയല്ലോ. അപ്പം പിന്നെ രണ്ടാമത് ഇവൻ റിമോട്ട് എടുത്ത് തട്ടിപ്പറിക്കുന്നത് നെറ്റ് അങ്ങ് ഓഫ് ആക്കിയാണ്. മതിയല്ലോ. അവനെ ചൊറിയിക്കാനുള്ള അവൻ പിടുത്തം മുറുക്കം നോക്ക് പുറകിലിങ്ങനെ. പിന്നെ എങ്ങോട്ട് പോകും നിങ്ങളുടെ ആക്രമണം? ഏത് ലെവൽ വരെയൊക്കെ പോവാറുണ്ട്? അടിവരെ പോവാറുള്ളൂ. പിന്നെ അതിന് അച്ഛനും അമ്മൂമ്മയൊക്കെ വരുമ്പോഴത്തേക്ക് മെഡൽ വരുമ്പോഴത്തേക്ക് നിർത്തണം. എന്തായാലും അവര് തല്ലു അല്ലേ? അപ്പൊ നിർത്തും. അതല്ലേ പ്രശ്നം. നിങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്യുന്ന കാര്യമാണ് അതല്ലേ ഇത്? അതെ. അപ്പൊ റിമി ഹിന്ദിയിൽ കുറച്ച് ചോദ്യം. തുമാരെ നാം ക്യാ ഹൈ? നീ എന്നെ കൊച്ചാക്കരുതടാ. അല്ല ഞാൻ मेरा हिंदी ग्रामर थोड़ा प्रॉब्लम है. मीन्स शाहरुख खान जो कुछ पूछना है पूछिए. जो कुछ तुमको मेरे बारे में मालूम होना है, मेरे बारे में जानना है तो पूछिए. ഭാരം വഹിക്കുന്ന ഒരു കുട്ടിയാണ്. आपका नाम क्या है? मेरा नाम केएस चित्रा. അപ്പൊ നിനക്ക് അറിയെങ്കിൽ പിന്നെ എന്തിനാണ്? അല്ല ചില ആൾക്കാരുടെ ഒരു ഇതാണ് പുറത്ത് പേര് അറിഞ്ഞിട്ട് എന്തെങ്കിലും ഒന്നും മിണ്ടാൻ വേണ്ടി പേരെന്നാ. റിമി ടോമി അല്ലേ? അല്ല ഞാൻ ജോൾസിന. അല്ല റിമി ടോമി. അല്ല എന്റെ അടുത്ത് ഇപ്പം ഒരു ഭയങ്കര കോമഡി ആയിട്ട് ഒരാൾ വന്ന് ചോദിച്ചു, വളരെ സീരിയസ് ആയിട്ട്. അപ്പൊ നമ്മൾ ഈ ഫ്ലൈറ്റിൽ കയറാനേ ഗേറ്റിന്റെ അവിടെ നിൽക്കുക. ഒരാൾ വന്ന് 2-3 പ്രാവശ്യം ഒക്കെ നോക്കി. അപ്പൊ ഞാൻ വിചാരിച്ചു തെറിയാണോ നല്ലതാണോ എന്നൊന്നും അറിഞ്ഞൂടാ. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വന്ന് എന്റെ അടുത്ത് പറഞ്ഞു, ജയചന്ദ്രൻ അല്ലേ? എങ്ങനെ മനസ്സിലാക്കി? അതെ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. അയ്യോ നല്ല മൂഡിലായതുകൊണ്ട് ഒന്ന് ആലോചിച്ച്. റിമി ടോമിക്ക് വേണ്ടി ഒരു പാട്ട് പാടി കൊടുക്കും ചേട്ടൻ. നവനീതിന്റെ വക ഒരു പാട്ട്. ഹിന്ദിയ പ്രശ്നമില്ലല്ലോ. ഇല്ല, ഏത് ഭാഷ? ഹിന്ദിയാ വേണ്ടത്. പുകാരതാ ചലാ ഹൂം മൈ गली गली बाहर की, बस एक छाव जुल्फ की, बस एक निगाह प्यार की, पुकारता
गली बहार की, बस एक छाव जुल्फ की, बस एक निगाह प्यार की, पुकारता चला हूँ मैं. ആ സവർ 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 നമ്മുടെ ശിവശങ്കർ ഹിന്ദി പാടാറില്ലേ? അത്രയ്ക്ക് കൂടുതൽ പാട്ടറിയില്ല. മലയാളത്തിലെ കോൺസെൻട്രേഷൻ ആണല്ലേ? ആലോചിക്കട്ടെ. എങ്ങനെയുണ്ടായിരുന്നു മോനെ പാട്ട്? പാട്ട് അടിപൊളിയായിരുന്നു. കണ്ടോ? യെസ്. അത് രണ്ടുപേരും സ്നേഹമാണ്. അതെ. ചെറുതെ റിമോട്ട് ഒളിപ്പിച്ച് വയ്ക്കും, പിന്നെ നെറ്റ് വരും, പിന്നെ TV എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കും. ഇത്രയൊക്കെ ടി വി ഉള്ളൂ. തല്ലി പൊളിച്ച് കളയും കാണാതിരിക്കാം. സാരമില്ല. ആ ബ്രദർ എന്തായാലും എല്ലാം കൊള്ളാം. ഇനിയിപ്പോ നിങ്ങൾ ഒരുമിച്ച് ഒറ്റ കെട്ടായിട്ട് മുമ്പോട്ട് പോകും. അതെ. കാരണം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അതായത് ചേട്ടന് അനിയനും അനിയന് ചേട്ടനും മാത്രമേ ഉള്ളൂ. വെളിയിലുള്ള ആരും വന്ന് സഹായിക്കാൻ പോണില്ല കേട്ടോ. അവൻ പിടിച്ചു നിർത്തുക നിന്നെ. നിർത്തോ കണ്ടോ. ഓക്കെ, അപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി ഒരുമയോടുകൂടി അങ്ങനെ മുമ്പോട്ട് പോട്ടെ. നവനീത്തിന്റെ പാട്ട് ചേട്ടന് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? നമ്മുടെ ശിവശങ്കറിന്റെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? ഫുൾ കേട്ടല്ലോ അല്ലേ? ഞാൻ കേട്ടു. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ പാട്ടൊക്കെ ട്രൈ ചെയ്യാറുണ്ടോ? അത്രേ ഇല്ല, ഞാൻ അത്ര ഒന്നും പോകാറില്ല. എനിക്ക് വേറെ കഴിവാന്നല്ലേ? ഞാൻ ഹിന്ദി ജോണറിൽ പോവും, അവൻ ക്ലാസിക്കൽ ജോണർ. അവൻ ഹിന്ദുസ്ഥാനി, ഇത് ക്ലാസിക്കൽ. ശങ്കരോ, എന്തോ ഇന്ന് ഞങ്ങൾ തരുന്ന മാർക്ക് ഇറ്റ് ഈസ് 100 out of 100. ആദ്യൊരു നവനീത് പൂക്കുറ്റി. ഹാപ്പി അല്ലടാ? താങ്ക് യു. മൈക്കൊക്കെ വെച്ച് തല്ലിയിട്ടാ പറയുന്നത്. താങ്ക് യു പറയിക്ക. എനിക്ക് പറ അത്. അപ്പൊ രണ്ടുപേരും സന്തോഷമായിരിക്കും. അതെ. ചേട്ടൻ അനിയൻ ആ ഗിഫ്റ്റ് കൊടുക്കുന്നു. ആ. സന്തോഷമായിട്ട് രണ്ടുപേരും ഈ വേദിയിൽ നിന്ന് പിരിയുന്നു. പിരിയുന്നു. ഓക്കേ. ടാറ്റാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.